ലൈംഗിക പീഡന കേസിൽ റാപ്പർ വേടന മുൻകൂർ ജാമ്യം കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി, എന്തൊക്കെയാണ് വേടന മുൻപിൽ കോടതി വെച്ച ഉപാധികൾ? നേരത്തെ പരാതിക്കാരിയുടെ വാദത്തിൽ കൃത്യമായി വേടന ജാമ്യം നൽകരുത് എന്ന് പരാതിക്കാരി വാദിച്ചിരുന്നു. എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? വിനീഷ, അതായത് കർശന ഉപാധികളുണ്ട്. ഉപാധികൾ അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം ചെയ്യലിനും തുടർ നടപടികൾക്കും പോലീസുമായി സഹകരിക്കണം, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില ബോണ്ടുകളുടെ വിവരങ്ങൾ കൂടിയുണ്ട്. അത് ഈ ജാമ്യ ഉത്തരവ് കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ. ഏതായാലും മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്ന പോലെ കോട്ടയം സ്വദേശിനിയായ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ ബലാത്സംഗ കുറ്റം പ്രകാരം കേസെടുത്തത്. ഒപ്പം തന്നെ അയാൾ ഒളിവിൽ പോയി. തുടർന്ന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചു. ആ മുൻകൂർ ജാമ്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാദം നടന്നിരുന്നത്. വാദത്തിനിടെ നോട്ട് ടു അറസ്റ്റ്, ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ വാദത്തിനിടെ തന്നെ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് ഈ നല്ല സൗഹൃദത്തിലും ബന്ധത്തിലും ഇരിക്കുമ്പോൾ അതുമായി സഹകരിക്കുകയും പിന്നീട് അതിനുശേഷം ബന്ധം തകരുമ്പോൾ മറ്റേയാൾക്കെതിരെ കേസ് നൽകുകയും പരാതി നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതെങ്ങനെ ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് പ്രധാനമായും കോടതി അന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്ന് ചോദിച്ചത്. ഏതായാലും അതിനോട് അനുസൃതമായി തന്നെ ഒരു ഉത്തരവാണ് ഇപ്പോൾ അന്തിമമായി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ബന്ധം തകർന്നതിന് ശേഷം മറ്റേയാളുടെ ഭാവി, ബ്രേക്കപ്പ് തകർന്നതിന് ശേഷം മറ്റേയാളുടെ ഭാവി, ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റേയാളുടെ ഭാവി തകർക്കുന്ന തരത്തിലുള്ള ചില പരാതികളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ വേടനെതിരെ മറ്റ് ചില കേസുകൾ കൂടി ഉണ്ട് എന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാരും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ കോടതി അതിനോട് പറഞ്ഞത് ഓരോ കേസും ഇൻഡിപെൻഡൻറ്റ് കേസുകളാണ്, അത് വ്യത്യസ്തമായി തന്നെ കോടതിക്ക് കൈകാര്യം ചെയ്യാനാവും. മറ്റൊരു കേസുണ്ട് എന്ന കാരണത്താൽ ഈ കേസിന് മുൻകൂർ ജാമ്യമോ നൽകാതിരിക്കാൻ കോടതിക്ക് കഴിയില്ല എന്നാണ് കോടതി വിലയിരുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ വേറെ കേസുണ്ടെങ്കിൽ ആ കേസിൻ്റെ വഴിക്ക് പോകട്ടെ. ഈ കേസിൽ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സാലി, കോടതിയുടെ ഈ ഒരു നിരീക്ഷണമുണ്ടല്ലോ, ഒരു ബന്ധത്തിലിരിക്കുമ്പോൾ അതിനുശേഷം ആ ബന്ധം ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റേയാളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന നിരീക്ഷണം അത് വലിയൊരു വിവാദമാകാൻ, തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലേ? കാരണം ഇത് കേവലം റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നിരീക്ഷണമല്ല. നിരവധി ബലാത്സംഗ കേസുകൾ, ലൈംഗിക പീഡന ആരോപണങ്ങൾ, പരാതികൾ, വെളിപ്പെടുത്തലുകളൊക്കെ സമൂഹത്തിൽ പല കാലഘട്ടത്തിൽ പല കേസുകളിൽ ഒക്കെ പല സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഒരു ബന്ധത്തിൽ ആയതിനു ശേഷം, ആ ബന്ധം ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഇത്തരത്തിൽ ഹർജിയോ കേസോ പരാതിയോ പറയുകയാണ് അത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം അതിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് പല കേസുകളും ഇല്ലാതാകാനുള്ളൊരു സാധ്യതയില്ലേ? കോടതിക്ക് നിയമത്തെ മാത്രമേ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയൂ. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്താണോ പറയുന്നത് അത് വ്യാഖ്യാനിക്കാൻ മാത്രമേ കോടതികൾക്ക്, അത് ലോവർ കോടതികളാണെങ്കിലും അപ്പലറ്റ് കോടതികളിലാണ് സാധ്യമാകൂ. അതുതന്നെയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. കോടതി വാദത്തിനിടെ ഉയർത്തിയ 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം വേർപ്പെട്ടതിന് ശേഷം അത് ബലാത്സംഗമായി മാറുന്നത് എങ്ങനെ എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ വാദത്തിനിടെ ഉന്നയിച്ച ഒരു ചോദ്യം. ഇപ്പോൾ അത് ഉത്തരവിൻ്റെ ഭാഗമായി കോടതി എഴുതി ചേർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഉത്തരവ് പുറത്തു വന്നാലേ പറയാൻ കഴിയൂ. ഇതേ ബെഞ്ച് തന്നെ, ഈ ഹൈക്കോടതി തന്നെ മുൻപും സമാനമായ മറ്റു ചില കേസുകളിൽ ഒരു നിർമ്മാതാവും നടനുമായ ഒരാളും മറ്റൊരു യുവനടിയുമായി ബന്ധപ്പെട്ട കേസിൽ ആ നിർമ്മാതാവിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉള്ള ഉത്തരവിൽ ഇതേ വാചകം കോടതി പറഞ്ഞിരുന്നു. അതായത് നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ലൈംഗിക ബന്ധമടക്കമുള്ള സൗഹൃദങ്ങളെ പിന്നീട് ആ ബന്ധം തകർന്നതിന് ശേഷം നിയമപരമായി ചോദ്യം ചെയ്യാൻ പോകുന്നതിൽ ആ നിയമത്തിന് മുന്നിൽ അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. അത് മുൻപും കോടതി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്നുള്ളതല്ല പ്രശ്നം. കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നം നിയമം രാജ്യത്ത് എന്തു പറയുന്നുവോ അത് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ളതാണ് കോടതിക്ക് മുമ്പിലുള്ള പ്രശ്നം. കോടതി അതാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ
വ്യക്തിപരമായി അത് വേടൻ തൻ്റെ ജാമ്യാപേക്ഷയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തന്നെ ഭീഷണിപ്പെടുത്തി പണം നേടാനും തന്നെ സമ്മർദ്ദത്തിലാക്കാനും ഒക്കെയുള്ള ശ്രമമാണ് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതയും കോടതി മുന്നിൽ കണ്ടിട്ടുണ്ടാവണം. സർക്കാർ പക്ഷേ വേടനെതിരായിരുന്നു കോടതിയിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്.